ഈ ചാനലുകളിലാകെ ഇപ്പോൾ കൂടുമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബിഗ് ടി വി വന്നതോടുകൂടി ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരു ചാനലിൽ നിന്ന് നമ്മുടെ സുജയ പാർവതിയും പിന്നെ അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകളുമൊക്കെ ബിഗ് ടി വിയിലേക്ക് പോയി. ലക്ഷ്മി പത്മ ബിഗ് ടി വിയിലേക്ക് വന്നു. അങ്ങനെ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. വേണു മാധ്യമത്തിൽ നിന്ന് നേരെ ബിഗ് ടി വിയിലേക്ക് പോയി. വേണുവിന്റെ മാറ്റം വളരെ ശ്രദ്ധേയമായൊരു മാറ്റമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണുവിനൊന്നും ഒരു കാരണവശാലും മീഡിയ വണ്ണുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ പുള്ളിക്ക് ഒരു ലാവണവും ഇല്ലാതെ ഷെഡിൽ കയറി ഇരുന്നപ്പോൾ മീഡിയ വൺ ഒരു ലാവണം കൊടുത്തതാണ്. അത് പുള്ളി അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു ബാർഗെയിനിങ് പോയിന്റായി ഉപയോഗിച്ചു. അങ്ങനെ എന്തായാലും പുള്ളി രക്ഷപ്പെട്ടു പോയി. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട മാറ്റങ്ങളിലൊന്ന് ഈ മാധു റിപ്പോർട്ടർ ടി വിയിൽ വന്നതാണ്. കാരണം ഈ റിപ്പോർട്ടർ ടി വി ആണ് ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒളിച്ചു വെച്ച് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് പകരം അങ്ങ് പരസ്യമാക്കി വെച്ചത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അതായത് മുതലാളിയും അരുൺകുമാർ സാറും ഒരു പക്ഷത്ത്. അരുൺകുമാർ സാറിന്റെ മനസ്സ് നിറയെ നമ്മുടെ വീണ ജോർജ് മാഡമാണ് ഉള്ളത്. ആ സ്വപ്നമാണ് അദ്ദേഹം പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ജോലി രാജിവെച്ചതും ഇങ്ങനെ ഇറങ്ങിയതും അങ്ങ് അതിനകത്ത് നിറഞ്ഞങ്ങ് നിൽക്കുന്നതും. അദ്ദേഹമാണ് ആ കിളിയുടെ കരച്ചിലൊക്കെ കേട്ടത്. പിന്നെ ആൻഡോ സാറും ഉണ്ടൊപ്പം. ഈ സ്മൃതി പരുത്തിക്കാട് ഏതാണ്ട് ഒരു UDF-ലായി. പിന്നെ സുജയ പാർവതി ആയിരുന്നു. അതൊരു വല്ലാത്ത എഡിറ്ററായിരുന്നു. വല്ലാത്ത എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് എന്താ പറയുന്നത് ആ ഇലക്ഷൻ അവലോകനത്തിലൊക്കെ ഒരു സഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. അവിടേക്കാണിപ്പോൾ മാധു വന്നത്. മാധു മാതൃഭൂമിയിൽ ഇരിക്കുമ്പോഴും പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു നിലപാടുള്ള അവതാരികയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പറയാനും അതിന്റെ ഭാവവും ഭാഷ്യവും ഒക്കെ സൂക്ഷിക്കാനും ഒക്കെ അവർക്ക് കഴിവുണ്ട്. പക്ഷെ ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം ഈ സ്മൃതി പരുത്തിക്കാടും അതുപോലെ തന്നെ മാധുവും ഇരുവശത്തും ഇരിക്കുമ്പോൾ അരുൺകുമാർ സാറ് നന്നായിട്ട് വിയർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റേത് എല്ലാവരും കൂടി ചേർന്ന് സ്മൃതിയെ നിശബ്ദമാക്കുകയായിരുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ സൂചന കണ്ടു തുടങ്ങി. ഇതേ കണ്ടോളൂ. മധുവിലേക്ക് വരാം. മധു എങ്ങനെ കാണുന്നു? ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ? 3 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി എന്നുള്ളതാണല്ലോ. ആരൊക്കെയാണ് സ്പോൺസേഴ്സ്? ഒന്ന് ധനലക്ഷ്മി ബാങ്ക്. അത് ദേവസ്വം ബോർഡ് ആണ് അവരുടെ ഏറ്റവും വലിയ ക്ലയന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഈ കേരള ബാങ്ക്. സഹകരണ വകുപ്പ് മന്ത്രിയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയും. ഇനി കിട്ടാൻ പോകുന്ന 1 കോടി എന്ന് പറയുന്നത് അദാനി കൊടുക്കും എന്ന് പറയുന്നതാണ്. സഹകരണ വകുപ്പ് മന്ത്രി തന്നെയാണ്, ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെയാണ് തുറമുഖ വകുപ്പും. അപ്പോ ഞാനും ഭദ്രയും ചിറ്റപ്പനും എല്ലാവരും കൂടി ചേർന്നാണ് ഈ സ്പോൺസർഷിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. സംഗതി ക്ലിയറാണ്. ക്ലിയറായിട്ട് മാധു അങ്ങോട്ട് പറയും. അങ്ങനെ പറയുമ്പോൾ അരുൺകുമാർ സാറിന് എന്തെല്ലാം നാദങ്ങൾ കേൾക്കേണ്ടി വരും എന്നറിയത്തില്ല. ശരിക്കും ഒരു നല്ല അനാലിസിസ് നടത്താൻ കോമ്പിറ്റൻസി ഉള്ള ഇപ്പോഴത്തെ എഡിറ്റോറിയൽ ടീം ഉള്ളത് റിപ്പോർട്ടർ ടി വിയിലാണ്. പക്ഷേ അവരവരുടെ പ്രൊഫഷണൽ സ്കില്ലിന് പകരം ഈ പറയുന്ന രാഷ്ട്രീയ അടിമത്വം അത് പ്രയോഗിച്ച് നാറ്റിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നല്ല ടീമാണ് ആ ഡെസ്കിലുള്ളത്.